ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി എത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നതായിരിക്കും ഇതിൽ ഓരോ പോയിന്റ്സും. ഈ വീഡിയോക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ സുജിത് കുമാർ എന്ന വ്യക്തി എഴുതിയ ഒരു എഴുത്തിനോടാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾ വളരെ നിരന്തരമായിട്ട് ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ദശ നമ്മുടെ CBSE ആളായിട്ട് നമ്മൾ മുദ്ര കുത്തപ്പെടും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സിസ്റ്റം, നമ്മുടെ സ്റ്റേറ്റ് സിലബസ്, ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരാളാണ്. ഈ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ പിന്തള്ളപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ അദ്ദേഹം ചെയ്യുന്നത് സ്റ്റേറ്റിന്റെയും CBSEയുടെയും ഫിസിക്സിലെ 2023 പേപ്പറുകൾ എടുത്ത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് രണ്ട് പേപ്പറുകളിലും വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്റെ റൈറ്റ് സൈഡിൽ കേരള സിലബസിലെ ചോദ്യങ്ങൾ കാണാം, ലെഫ്റ്റ് സൈഡിൽ CBSEയിലെ ചോദ്യങ്ങൾ കാണാം. ഈ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ കേരള സിലബസിലെ ചോദ്യങ്ങൾ 1 മാർക്കിന്റെ ചോദ്യം സെക്ഷൻ A വെച്ചാണ് തുടങ്ങുന്നത്. ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് കറന്റ് ലൂപ്പ് ബിഹേവ്സ് ആസ് മാഗ്നറ്റിക് ഡൈപോൾ ആണോ ഇലക്ട്രിക് ഡൈപോൾ ആണോ എന്ന് ആൻസറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. 50% പ്രോബിലിറ്റി ആണ്. ആൻഡ് ആക്സലറേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസസ് ഡാഷ് വേവ്സ് എന്നുള്ളതാണ്. പിന്നെ നോക്കൂ നിങ്ങൾ, എക്സ്റേസ് വെർ ഡിസ്കവേർഡ് ബൈ ഡാഷ് ഇൻ 1895. ആരാണ് എക്സ്റേ ഡിസ്കവർ ചെയ്തത്? അതേപോലെ തന്നെ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഡിഫറിംഗ് ഇൻ മാസസ് ആർ കോൾഡ് ഐസോട്ടോപ്പ്, ഐസോബാർ തുടങ്ങിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഇതൊരു PSC ചോദ്യ പേപ്പറിന്റെ ചോദ്യം നമുക്ക് കണ്ടാൽ തോന്നുന്നു അല്ലെ? ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? അതേപോലെ തന്നെ ഒരേ സെയിം എലമെന്റിന്റെ ഡിഫറിംഗ് ഇൻ മാസസ് ആർ കാൾഡ് ഐസോട്ടോപ്പ് ആണോ ഐസോബാർ ആണോ? ഒരു PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതേ ചോദ്യങ്ങൾ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ CBSEയിൽ ചോദിച്ചത് നമ്മളൊന്ന് കാണുക. റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ്. അതേപോലെ തന്നെ സ്പെസിഫൈ ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈൻ ഇൻ ദ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിച്ച് ഗീവ്സ് റൈസ് ടു സ്പെക്ട്രൽ ലൈൻ ഓഫ് ഹയസ്റ്റ് വേവ് ലെങ്ത്. 4 ഓപ്ഷൻസ് കൊടുത്തത്. അതായത് ഒരു അപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ കൺസെപ്റ്റ് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ റീജിയനിലെ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഡ്യൂ ടു? എന്താണ് അതിന് കാരണം? വീണ്ടും ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രോബ്ലം, ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അതിന് 3 മീറ്റർ അവേ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് E/4 ആവുന്നത് ഒരാൾക്ക് മാത്തമാറ്റിക്കലി ചെയ്തു നോക്കണം. ഈ ഉള്ള ഫീൽഡ് E/4 ആവുന്നത് എത്ര ഡിസ്റ്റൻസ് അവേ ആണ് എന്നാണ് ചോദ്യം. ഒരാൾ മാത്തമാറ്റിക്കലി ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ കൃത്യമായിട്ടൊരു മെമ്മറി, റോട്ട് ലേണിംഗ്. നമുക്ക് പലപ്പോഴും ഒരു തോന്നലുണ്ട്, എന്ത് CBSE റോട്ട് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സ്റ്റേറ്റ് സിലബസിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എവിടെയാണ് റോട്ട് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? എവിടെയാണ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്? ഇത് 1 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് 2 മാർക്കിന്റെ കുറച്ചുകൂടി ഹയർ ചോദ്യങ്ങളിലോട്ട് പോവാം. വീണ്ടും സെക്ഷൻ Bയിൽ നമുക്ക് CBSEയിലുള്ള ചോദ്യങ്ങൾ. ഡിഫൈൻ മാഗ്നറ്റൈസേഷൻ, സ്റ്റേറ്റ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ ഹൗ മാക്സ്വെൽ മോഡിഫൈഡ് ആംബിയസ് ലോ, വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, എക്സ്പ്ലെയിൻ വർക്ക് ഫംഗ്ഷൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. എല്ലാം ഓർമ്മയിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ടതാണ്. ഡിഫൈൻ, സ്റ്റേറ്റ്, ഡിഫറൻഷിയേറ്റ്, ഓർമ്മയിൽ നിന്ന് ഡെഫിനിഷൻ അതേപോലെ എടുത്ത് എഴുതേണ്ട ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ചോദ്യങ്ങൾ നോക്കാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഡ്രോ എനർജി ബാൻഡ് ഡയഗ്രാം ഫോർ എൻ N-type ആൻഡ് P-type സെമി കണ്ടക്ടർ ഫോർ T>0K. പിന്നെ ആൻസർ ദ ഫോളോയിങ് ഗിവിംഗ് റീസൺസ്. PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഡാമേജ്ഡ് ബൈ എ സ്ട്രോങ് കറന്റ്. Okay, impurities are added in intrinsic semiconductors. Okay, പിന്നെ അതേപോലെ തന്നെ how are X-rays produced? Give any 2 uses of those. Briefly explain why and how a galvanometer is converted to an ammeter. അപ്പോൾ ഇവിടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ചിലതൊക്കെ നമുക്കൊരു ഡെഫിനിഷൻ പോലെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓർമ്മയിൽ നിർത്തി എഴുതാണ്ടെങ്കിൽ പോലും ഭൂരിഭാഗവും വീണ്ടും ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരാൾക്ക് കൺസെപ്റ്റ് അറിയാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വീണ്ടും ലാർജർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും നിങ്ങൾ നോക്കൂ. എക്സ്പ്ലെയിൻ ബേസിക് properties of electric charge, derive the expression of capacitance of a parallel plate capacitor, state Biot-Savart law, അതേപോലെ തന്നെ differentiate, state the principle of AC generator, obtain the expression, derive the expression, explain Rutherford's alpha particle scattering experiment. ടെക്സ്റ്റിലുള്ള ഫോർമുലാസ് അതേപോലെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും സ്റ്റേറ്റ് ചെയ്യാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു RL സർക്യൂട്ട്, അതിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിന്റെ ഇമ്പിഡൻസും ആംഗിളും വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ കാണാനാണ്. പിന്നെ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഗ്ലാസ് പ്രിസം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇന്നതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് എന്നുള്ള ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ
നേരത്തെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷന്റെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. അതേപോലെ തന്നെ എനർജി എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്നത് കൂടി അതിന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി വീണ്ടും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് CBSE കാണാൻ സാധിക്കും. ഇനി നമ്മൾ സ്റ്റേറ്റിലോട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ടും നമ്മൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ, ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതേപോലെ തന്നെ ഡിറൈവ് എക്സ്പ്രഷൻ. ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് വരുന്നത്. 100 ടേൺ സർക്കുലർ കോയിൽ റേഡിയസ് 10 സെന്റിമീറ്റർ 3.2 ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്? ആദ്യമായിട്ട് ഒരു മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ഫിസിക്സിന്റെ +2 പേപ്പറിൽ വരികയാണ്. അതേപോലെ തന്നെ വിത്ത് എ നീഡ് ഡയഗ്രാം ഡിറൈവ്, വീണ്ടും ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ റൈറ്റ്. ഇനി 5 മാർക്കിന്റെ ചോദ്യങ്ങളോട്ട് വരികയാണെങ്കിൽ ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ, വീണ്ടും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ പോയിന്റ് ഡ്യൂ ടു ചാർജ്. ഇതാ ഇപ്പോഴാണ് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. നോക്കൂ, സ്റ്റേറ്റ് കിർച്ചോഫ്സ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യാനും ഒബ്റ്റെയിൻ ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ 2 or 3 ഒരു സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. റൈറ്റ്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 times മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഫ്രം മിറർ. നോക്കൂ, അതേപോലെ തന്നെ ഗോസസ് ലോ, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ്ലി ലോങ് തിൻ സ്ട്രേറ്റ് വയർ വിത്ത് യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ആളുകൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. വീണ്ടും ഫോക്കൽ ലെങ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫിഗർ തന്നിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇതൊരു പക്ക ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് കൺസെപ്റ്റ് അറിയുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ, സ്റ്റേറ്റ് ഹൂജിൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും പഠിപ്പിക്കുന്നത് സെയിം ടെക്സ്റ്റ് ബുക്ക്. അതാണ് ഇതിലെ രസം. സെയിം ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ റൈറ്റിലുള്ളതും എൻ്റെ ലെഫ്റ്റിലുള്ളതും. ഇനി നമ്മൾ പറയാം, ആരാണ് റോട്ട് ലേണിങ്ങിനെ, ആരാണ് കുട്ടികളെ പറ്റിക്കുന്നത്, ആരാണ് റോട്ട് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? സ്റ്റേറ്റ് ആണോ CBSE ആണോ? ഓക്കെ, CBSE ഭയങ്കര സംഭവം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഇതിലും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് ഇടാൻ പറ്റും. കുറച്ച് കാലങ്ങളായിട്ട് CBSE എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൂടുതൽ ബെറ്റർ ആയിട്ട് ലിബറലൈസ്ഡ് ആയിട്ട് CBSE മാറിയിട്ടുണ്ട്. എന്നാലും ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ പാസീവ് ലേണിംഗ് ആണ്. നമ്മുടെ ബ്രെയിനിനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻസിനെ ബാധിക്കുന്ന പ്രശ്നമാണിത്, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം അവന് തിങ്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നില്ല. എന്ത് അപ്ലിക്കേഷൻ ലെവലാണുള്ളത്, എന്ത് കാൽക്കുലേഷൻസ് ആണുള്ളത്, എന്ത് ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? സ്റ്റേറ്റ് കിർച്ചോഫ് ലോ, ഡിഫറൻഷിയേറ്റ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, അതേപോലെ വന്ന് ഛർദ്ദിച്ച് എഴുതി വെക്കാം. അവരുടെ ബ്രെയിനിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ് അപ്പുറത്ത് കുറച്ചൊക്കെ സംഭവിക്കുന്നത്. മുഴുവനായിട്ടുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ കുറേയൊക്കെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഭേദമായ രീതിയിലുള്ള ഒരു ആക്റ്റീവ് ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടി കടന്നു പോകും. സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ബ്രെയിന് ബെറ്ററായി മാറും. സ്വാഭാവികമായിട്ടും കുട്ടി ബെറ്ററായിട്ട് മാറും. എന്താണ് ഇതിന് കാരണം എന്ന് സുജിത് കുമാർ അദ്ദേഹം പറയുന്ന ഒരു റീസൺ എന്നുള്ളത്, ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണം. കാരണം അവരുടെ ഒരു എക്സിസ്റ്റൻസ് എന്നുള്ളത് കൂടുതൽ അധ്യാപകർ അവിടെ വരുന്നതോട് കൂടിയിട്ടാണ്. കാരണം വലിയൊരു അഴിമതി അവിടെ എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങളിൽ നടക്കുന്നുണ്ട്. കൂടുതൽ അധ്യാപകർക്ക് ഓരോ അധ്യാപകരും 40-50 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ മാനേജ്മെന്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബാച്ചുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലോട്ട് വരണം. കാരണം വലിയൊരു നമ്പർ ഓഫ് കുട്ടികൾ സ്റ്റേറ്റ് സിലബസിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവര് ആശ്രയിക്കുന്നത് 10th ശേഷം അല്ലെ. കാരണം അപ്പൊ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിക്കാൻ എളുപ്പം എന്നുള്ള ഒരു നോഷൻ അവിടെ ഉണ്ടാവുമ്പോൾ അവിടെ കൂടുതൽ കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലോട്ട് വരും. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് സ്കൂളിൽ കൂടുതൽ ബാച്ചുകളൊന്നും അനുവദിക്കാൻ സാധിക്കില്ല. അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എയ്ഡഡ് സ്കൂളിൽ കൂടുതൽ ആളുകളെ, കൂടുതൽ ബാച്ചുകൾ അനുവദിക്കും. അപ്പോൾ കൂടുതൽ ടീച്ചേഴ്സിനെ ഈ മാനേജ്മെന്റ് ഹയർ ചെയ്യാം, കൂടുതൽ അഴിമതി അവർക്ക് നടത്താം, കൂടുതൽ കോഴപ്പണം വാങ്ങാം. ഇതാണ് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ്സ് എ വെരി വാലിഡ് റീസൺ, അല്ലെങ്കിൽ വാലിഡ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ എയ്ഡഡ് സ്കൂൾ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നിടത്തൊക്കെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ അല്ലെങ്കിൽ ആ മാനേജ്മെന്റുകളുടെ ഒരു നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മോശം നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നതിന് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, സോ
അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ വെരി വാലിഡ് റീസൺ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ ഒരു കോൺസിക്വൻസസ് പ്രകടമാകുന്നത് ഞാൻ തന്നെ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ JEE മെയിൻസ് 2018 ഡാറ്റ എടുത്ത് നോക്കിയാൽ 10,43,000 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തതിൽ CBSE സ്റ്റുഡൻസ് 1,14,000 ഉള്ളൂ. മറ്റ് സ്റ്റേറ്റിൽ നിന്നാണ്, മറ്റ് ബോർഡ്സിൽ നിന്നാണ് ഏകദേശം 9,28,000 ആളുകൾ. എന്നാൽ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ CBSE സ്റ്റുഡൻസ് 1,14,000 ആളുകളിൽ നിന്ന് 71,403 ആളുകൾ ക്വാളിഫൈ ചെയ്തു. റൈറ്റ്, ഇത് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 6 times അഡ്വാൻറ്റേജ് ആണ് CBSE സ്റ്റുഡൻസിന് ലഭിക്കുന്നത്. ശരിയാണ്, അവർക്ക് കോച്ചിങ് ചിലപ്പോൾ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും, അവര് ഫൈനാൻഷ്യലി കൂടുതൽ അഫ്ലുവന്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് കുട്ടികളെ ഡിസഡ്വാൻറ്റേജിലാക്കാനുള്ള റീസൺ അല്ലല്ലോ അല്ലേ? ശരിയാണ്, CBSE കൂടുതൽ കോച്ചിങ് കിട്ടുന്ന അവർ ഫൈനാൻഷ്യലി ബെറ്റർ ആയിരിക്കും, അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ കൂടുതൽ കിട്ടും. പക്ഷെ അതിന്റെ കൂടെ ഒരു സിലബസിന്റെ അഡ്വാൻറ്റേജ് കൂടി ആ CBSE സ്റ്റുഡൻസിന് നമ്മൾ വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പരീക്ഷയുടെ അഡ്വാൻറ്റേജ് കൂടി ആ CBSE സ്റ്റുഡൻസിന് വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. IIT അഡ്മിഷൻസ് നോക്കുക, 11,961 അഡ്മിഷന്റെ നേരത്തെ പരീക്ഷ എഴുതി 1,14,000 നിന്നാണ് 6,600 ആളുകൾ വന്നത്. 9 ലക്ഷത്തിൽ നിന്നാണ് 5,300 ആളുകൾ മറ്റെല്ലാ സ്റ്റേറ്റ് ബോർഡിൽ നിന്നും കൂടി വന്നത്. ഓക്കെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. 10:1, 10 ഇരട്ടിയാണ് ഒരു CBSE സ്റ്റുഡന്റിന് അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് CUT എന്ന പരീക്ഷ വന്നത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നത്? കേരളത്തിലുള്ള കുട്ടികൾ ഡൽഹി അതേപോലെ തന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ കീഴടക്കി. കാരണം എന്താ? +2 മാർക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. എല്ലാവർക്കും A+ ആണ്. A+ എന്ന് മാത്രമല്ല, എല്ലാവർക്കും 98ഉം 99% മാർക്കാണ്. ഗവൺമെന്റ് നിർബന്ധിതരായി എന്തിനു വേണ്ടിയിട്ട്? ഒരു പൊതുപ്രവേശന പരീക്ഷ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? കേരള സിലബസുകാർ 4-1 കുറഞ്ഞു. ഓരോ വർഷവും 2,500 കുട്ടികൾ അഡ്മിഷൻ നേടുന്നത് 340 കുറഞ്ഞു അല്ലെ? അപ്പോൾ വളരെ പാത്തറ്റിക് ആയ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ നിലവാരം എന്താണ് എന്നുള്ളത് ശരിക്കും JEE അല്ലെങ്കിൽ CUT പോലത്തെ പരീക്ഷകളൊക്കെ അളക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്ന് പോരാഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ്, ഇനി നാഷണൽ എൻട്രൻസ് ഒക്കെ പോട്ടെ, കീം പരീക്ഷയിൽ HSCയിൽ നിന്ന്, അതായത് ഗവൺമെന്റ് എയ്ഡഡ് സെക്ടറിൽ നിന്ന് എഴുതിയ കുട്ടികളുടെ എണ്ണം 36,390 കേരള സിലബസിലുള്ള കുട്ടികളുടെ എണ്ണം 36,390 CBSEയിൽ നിന്ന് എഴുതിയ കുട്ടികളുടെ എണ്ണം 14,541 അപ്പൊ ടോട്ടൽ കാൻഡിഡേറ്റ്സിൽ 70% സ്റ്റേറ്റ് സിലബസ് ആണ്, 27% മാത്രമാണ് CBSE ഉള്ളത്. എന്നാൽ ടോപ്പ് 5000 റാങ്ക് എടുത്താൽ 2,000 ആളുകൾ സ്റ്റേറ്റ് സിലബസിൽ നിന്നും 2,700 ആളുകൾ, 30% നിന്നാണ് ഏകദേശം 55% വരുന്നത്. 70% വെറും 40% ആളുകളെ ടോപ്പ് 5,000 വരുന്നുള്ളൂ. കാരണം എന്താ? ഞാൻ നേരത്തെ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുടെ 27 മാർക്കാണ് കുറഞ്ഞത്. എൻട്രൻസിന് മാർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ അല്ലെങ്കിൽ +2 മാർക്ക് പരിഗണിച്ചപ്പോൾ 27 മാർക്കാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രശ്നമൊന്നുമല്ല, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് A+ കൊടുത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്കലി നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു പരീക്ഷ എല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെയാണ് കുട്ടി പഠിക്കുന്നത് അല്ലേ? നമ്മളൊരു പരീക്ഷയ്ക്ക് എയിം ചെയ്താണ് കുട്ടി പഠിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് അവന്റെ ബ്രെയിന് അവന് വർക്ക് ചെയ്യിക്കുന്നത്. ഒരു പരീക്ഷയ്ക്ക് ഇത്രയൊക്കെ മതി എന്നുണ്ടെങ്കിൽ അവൻ അത്രയൊക്കെ പഠിക്കുന്നുള്ളൂ. തലേ ദിവസത്തെ ലൈവ് ക്ലാസ് കണ്ടാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഒരു പരീക്ഷ. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എഫേർട്ട് ഒരു വർഷത്തേതൊന്നും വേണ്ടതില്ല എന്നൊരു കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തിനാ എഫേർട്ട് ഇടുമോ? എന്തിനാ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിൽ ഉണ്ടാവുക അല്ലേ? അതേപോലെ JEE നീറ്റിനൊക്കെ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ടോ? വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. ബാക്കി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം എന്നുള്ളത് അവരുടെ ഒരു അവകാശമല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് CBSEയെ മഹത്വവൽക്കരിക്കാനോ അല്ലെങ്കിൽ CBSEക്കാർക്ക് കോച്ചിങ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഒരു 6 times അഡ്വാൻറ്റേജോ 10 times അഡ്വാൻറ്റേജോ അതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വാദിക്കാൻ പറ്റുമോ? ഞങ്ങളൊക്കെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച് വന്ന ആളുകളാണ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഈ സിലബസും പരീക്ഷയും വഴി എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോക്ക് താഴെ പല കമന്റും കാണാം, CBSE പക്ഷേ റോട്ട് ലേണിംഗ് അല്ലേ? ഇവിടെയാണ് റോട്ട് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് XNY ലേണിംഗ് നമ്മുടെ കുട്ടികളെ നേരത്തെ തന്നെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. ഇന്ന് 3000-ലധികം കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അത് XNY ലേണിംഗിന്റെ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ സ്കൂൾ സിലബസിനനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ് ആവട്ടെ, CBSE
CBSE ആവട്ടെ, നിങ്ങളുടെ ഡിഫറൻറ്റ് സ്ട്രീംസ് ആക്കി തിരിച്ച് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ പ്രാക്ടീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. IITiansഉം NITiansഉം ഡോക്ടേഴ്സും ആയിട്ടുള്ള ഒരു ടീമാണ് ഇത് ലീഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കൃത്യമായിട്ട് മെന്റർഷിപ്പ് കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പഠന രീതിയാണ്. ചെറിയ ചെറിയ വീഡിയോസിലൂടെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. വീക്കിലി ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്കുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലോട്ട് എത്തും. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു മെന്റർഷിപ്പ് പാരന്റ്സിനെയും സ്റ്റുഡൻസിനെയും അവരൊരു ജേണിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, CBSE ആവട്ടെ, പലപ്പോഴും നമുക്ക് സ്കൂളുകളെ പൂർണ്ണമായി നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സ്കൂളുകളിലുള്ള പഠിച്ചതുകൊണ്ട് മാത്രം ഇന്ന് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് നേടാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും ആക്സസിബിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ട് രീതിയിൽ ഒരു നല്ല ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുവഴി കേരളത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ മാറ്റി നമ്മുടെ കുട്ടികളെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു മിഷനിലാണ് ഞങ്ങളുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ ഫസ്റ്റ് കമന്റിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നൽകിയാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് തരുന്നതാണ്. റൈറ്റ്. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ സിസ്റ്റം എങ്ങനെ മാറണം, നമ്മുടെ സിസ്റ്റത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരണം എന്നുള്ളതിനെ കുറിച്ച് ശക്തമായി നമ്മുടെ വോയിസ് എത്തിക്കേണ്ടതുണ്ട്. ഇത് അധ്യാപകർക്കും ഇത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.